ഏയ് എന്ത് വിഷമം? അവരൊക്കെ ഇത് അനുഭവിക്കേണ്ടവരാ, എന്റെ അമ്മ ഉൾപ്പെടെ. അല്ല, നന്ദു തെറ്റിദ്ധരിക്കണ്ട. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും നമ്പർ 1 ശത്രുവ ഈ ഞാൻ. വെരി ഗുഡ്. പക്ഷേ ഞാൻ അവരോട് പലതും പറയുമ്പോ ദീപു സൈലന്റ് നിൽക്കുന്നതിനാ? അയ്യോ, കൊളകൊളാന്ന് ഞാൻ ഇടയ്ക്കേറി സംസാരിക്കണമെന്ന് നന്ദു അല്ലേ എന്നോട് പറഞ്ഞത്? ഓ മൈ ഗ്രേഷ്യസ് ഡാർലിംഗ്. നീയോ? നീ വരുമെന്ന് ഞാൻ കരുതിയിരുന്നതാ. എന്തോ പറയാനാണല്ലോ നീ വന്നത് എന്ന് പറയും, ഞാൻ കേക്കാം. നന്ദന, ഒരിക്കൽ കൂടി ഞാൻ പറയുക, ഈ വീട് വിൽക്കാനുള്ള തീരുമാനം മാറ്റണം. അതെന്ത് മര്യാദകേടായി പറയുന്നത്? അവരവരുടെ പ്രോപ്പർട്ടീസ് അവരവർക്ക് വിൽക്കാനുള്ള ഫ്രീഡം ഇല്ലേ? ദീപു വേണ്ട, ഇവളോട് മറുപടി ഞാൻ പറഞ്ഞോളാം. ദീപു ഇടയ്ക്കേറി സംസാരിക്കണ്ട. കാര്യം എന്താണെന്നറിയോ? നിന്റെ അച്ഛൻ പ്രതാപവർമ്മയുടെ പ്രതാപം ഇല്ലാതാക്കാൻ. പ്രതാപവർമ്മയുടെ പ്രതാപവും ഇമേജും എല്ലാ കാലത്തും നിലനിൽക്കും. എന്റെ അച്ഛൻ അതെല്ലാം ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല, കാലങ്ങളായി ഉണ്ടാക്കിയതാ. നിർത്തി. അവളുടെ അച്ഛന്റെ ഒരു മാഹാത്മ്യം. എടി, ഇപ്പൊ ഈ കൊട്ടാരത്തിൽ താമസിക്കുന്ന പ്രതാപവർമ്മയുടെയും നിന്റെയും ദാരിദ്ര്യം നാട്ടുകാരറിയണം. അത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയാ നന്ദന പിള്ള ഇതൊക്കെ ചെയ്യുന്നത്. മനസ്സിലായോ? മണിമാളികയിൽ നിന്നും കുടിലേക്ക് താമസം മാറിയ പ്രതാപവർമ്മയോട് സഹായം ചോദിക്കാൻ വരുന്നവരെ എനിക്കൊന്ന് കാണണം. അയാള് ദൈവമായിട്ട് കണ്ടവരെ അയാള് കുടിലേക്ക് താമസം മാറുമ്പോ വരുമെന്ന് എനിക്കൊന്ന് കാണണം. വാടക കൊടുക്കാൻ മാർഗമില്ലാതെ കണ്ടവന്റെ വീട്ടിൽ താമസിക്കുന്ന നിനക്കും നിന്റെ അച്ഛനും മറ്റുള്ളവരുടെ മുൻപില് കൈ നീട്ടേണ്ടി വരും. അപ്പൊ ഇന്ന് രാവിലെ ഇവിടെ വന്ന് എന്നെ ചീത്ത പറഞ്ഞ് തെണ്ടിയവരും നീയും നിന്റെ അച്ഛനും ഒരുപോലെയാവും. ബെഗേഴ്സ്, ഭിക്ഷക്കാർ. അതെനിക്ക് കൺകുളിർക്ക് കാണണം. അതിന്റെ വീഡിയോ എടുത്ത് ഞാൻ എന്റെ അച്ഛൻ അയച്ചു കൊടുക്കും. അച്ഛനും എനിക്കും അത് സന്തോഷാവൂടി. മനസ്സിലായോ? ഇറങ്ങി പോടി പുറത്ത്. കൊടുക്കാൻ മാർഗമില്ലാതെ കണ്ടവന്റെ വീട്ടിൽ താമസിക്കുന്ന നിനക്കും നിന്റെ അച്ഛനും മറ്റുള്ളവരുടെ മുൻപില് കൈ നീട്ടേണ്ടി വരും. ബെഗേഴ്സ്, ഭിക്ഷക്കാർ. അതെനിക്ക് കൺകുളിർക്ക് കാണണം. ചെറിയ അവളുടെ അഹങ്കാരം കണ്ടില്ലേ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മോളിപ്പോ ഒന്നും മിണ്ടണ്ട. ഇത് ഇറ്റാലിയൻ മാർബിൾ ആണോ അതോ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നതാണോ? ഇറ്റാലിയൻ മാർബിൾ. അവന്റെ ഇറ്റാലിയൻ മാർബിൾ. ശരിട്ടാ, മിണ്ടാതിരിക്കും. അപ്പോ വീടൊക്കെ എനിക്ക് ഓക്കെ ആണ് മേഡം. എനിക്ക് ഓക്കെ ആണെങ്കിൽ വാങ്ങാൻ പോകുന്ന ആളിനും ഓക്കെ.
എന്റെ കമ്മീഷന്റെ കാര്യം അറിയാലോ. മാഡത്തിന് എനിക്ക് വിശ്വാസമാണ്. ഞാൻ പറഞ്ഞതാ, താൻ പേടിക്കണ്ട. ആര് തരുന്നതിനേക്കാളും കൂടുതൽ ഞാൻ തന്നിരിക്കും. താങ്ക് യു മാഡം. ചിലര് 3% തരാന്നൊക്കെ പറയും. കാര്യം കഴിയുമ്പോ അത് തരില്ല. ആ താൻ വാടോ, നമുക്ക് ഈ വീട് മൊത്തം കാണാം. വാ ആ, നടക്കാം. വാ നന്ദു. മാഡത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും പറ്റിയ ഒരാളെ ഞാൻ കൊണ്ടുതരാം. അത് ഞാൻ ഗ്യാരണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ചെറിയ കസ്റ്റമേഴ്സുമായിട്ടൊന്നും ഇടപെടാറില്ല. ഒൺലി VIPs. ഞാൻ ഡീൽ ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് കണ്ടാലേ മാഡം ഞെട്ടും. നന്ദനെ, പ്രതാപന്റെ മുന്നിലാണോ ഇങ്ങനെ ഇരിക്കുന്നത്? കാല് താഴ്ത്തിയിട്. എടി, നിന്നോടല്ലേ പറഞ്ഞേ, കുറച്ച് കോമൺ സെൻസ് കാണിക്കേ. വേണ്ട ചേച്ചി. മഹാഭാരതത്തില് പാണ്ഡവരുടെ കൊട്ടാരത്തിൽ ചെന്ന് അഹങ്കാരത്തോടെ കാലിന്മേൽ കാല് കയറ്റി വെച്ചിരുന്ന ദുര്യോധനന്റെ ഒരു കഥയുണ്ട്. ആ അഹങ്കാരത്തിന്റെ ഫലം പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിൽ ദുര്യോധനന്റെ തുട തല്ലി പൊട്ടിക്കുന്നതിൽ ചെന്ന് അവസാനിച്ചത്. അത് കഥ, പക്ഷേ ഇത് ജീവിത. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം.